എടാ ഈ അയില് വെള്ളത്തിലിട്ടിട്ട് അത് എടുത്ത് നേരാക്കണ്ടേ, വറക്കണ്ടേ അത് ഉച്ചാമ്പളക്ക് നീ എന്തത് എന്തായി കാണിക്കണേ? എന്റെ മുതലാളിക്ക് വേണ്ടി ഒരു തൊഴിലാളിയുടെ ആത്മസമർപ്പണം. എടാ ഈ ഹോട്ടലിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ടിരുന്ന് തിന്നാ നിനക്കെന്ത് ഭ്രാന്തുണ്ടാ? ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം ആരാ ഉണ്ടാക്കിയത്? നമ്മള്. ഇന്ന് ഉദ്ഘാടനം ഹോട്ടല് പുറത്തുനിന്ന് ആരെല്ലോ വരും, ഇതെല്ലാം കഴിക്കും. എന്തെങ്കിലും കഷ്ടകാലത്തിന് പോയിസൺ വന്നാൽ ഇവരെല്ലാം ആശുപത്രിയിലാവും, നമ്മളെല്ലാം ജയിലിലാവും. അതുകൊണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ നല്ലതാണെങ്കിൽ മുതലാളിയോട് പറയും ഇത് കൊടുത്തോന്ന്. എടാ അതിന് മുതലാളി ആദ്യമായിട്ട് ഹോട്ടൽ നടത്തുന്നല്ല, മൂപ്പരുടെ അച്ഛന്റെ കാലം മുതൽ നടത്തിയിരുന്ന ഹോട്ടലത്. മൂപ്പര് അത് പൂട്ടിയിട്ട് ഗൾഫ് പോയി കുറച്ച് കാശായിട്ട് വന്നിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു എന്ന് വെച്ചാ അയാളെ പഠിപ്പിക്കാൻ നിൽക്ക നീ. അന്നത്തെ കാലമല്ല ഇത്, ഇപ്പൊ ഫുൾ ഫുഡ് പോയിസണാ. അതുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ബാജിക്കറി ആരെയൊക്കെ ഞാൻ ഉണ്ടാക്കിയത്? എന്നാ ചെറിയ കുഴപ്പമുണ്ടായി. എന്തേ? ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഉപ്പ് കുറവുള്ളവർക്ക് ഇട്ട് കൊടുത്താ പോരാ. ഒന്നാമത് സത്യേട്ടം വരുമ്പോഴേക്ക് ഇത് മുഴുവൻ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ എന്റെ പണി പോവും. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കേട്ടാ പോ. എന്റെ പണി പോയത് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ്. പണി പോയി. ഇല്ലില്ല, ഉദ്ഘാടനമൊക്കെ ചെറിയ ഉദ്ഘാടനമാണ്, നാട്ടിൻപുറല്ലേ. ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇല്ല 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 മൂപ്പർ മാത്രമേ വരുള്ളൂ, വേറെ ആരും വരില്ല. ഒന്നാമത് എന്താ വെച്ചാ ഇങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ള കച്ചവടം ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ അത് നന്നാവും നോക്ക്. ശരി ശരി, ഓക്കെ, വെച്ചോ എല്ലാവരും പറഞ്ഞോളേ. എന്താ ഇത് പൊറോട്ട? അല്ല, ഇത് നമ്മള് ഹോട്ടല് വീണ്ടും തുറക്കുകയാണല്ലോ, അപ്പൊ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ടോന്ന് ഉണ്ണി നോക്കുക. എന്റെ സുഖം, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ? പിന്നെന്താണ് സംശയം നിങ്ങൾക്ക്? അതെ മുതലാളി, നമ്മൾ പുറത്തുനിന്ന് ആരെല്ലോ വന്നിട്ട് കഴിക്കുന്നല്ലേ. കഷ്ടകാലത്തിന് പോയസം വന്നു കഴിഞ്ഞാൽ അറിയാലോ ഇപ്പോഴത്തെ കാര്യം. അല്ല, എന്റെ സുഖത നല്ല നല്ല സാധനങ്ങൾ നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിച്ചതല്ലേ. അതെ, പിന്നെ എന്താണ് അതിനകത്ത് പ്രശ്നം? അത് ഞാൻ ഇവനോട് പറഞ്ഞതാണ്. ഞാൻ എത്ര ഉറുപ്പിയുടെ മുതലാണത്? എന്തിനാണ്? അതേന്നെ, നീ കൈ വെക്കാത്ത നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അലമാരയിലേക്ക് വെക്കി. അപ്പൊ നിങ്ങളെ ഉണ്ടാക്കാൻ നിങ്ങളെന്നെ തിന്നണ? അല്ല, അത് ഇവനെ അല്ല, വീട്ടിനൊക്കെ ആൾക്കാർ വരും, സമയമുണ്ട്. 11 മണിക്കല്ലേ ഉദ്ഘാടനം. അതിന്റെ മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ എടുത്ത് തിന്നാണ്. എടുത്തുകൊണ്ട് പോയക്കണം അതിന്റെ ഉള്ളിൽ. എന്നെ പൊളിപ്പിക്കാൻ നിൽക്കുക നിങ്ങള്. എന്റെ സുഖത എവിടുന്ന് കിട്ടി നിനക്ക് ഈ ജാതി സാധനങ്ങൾ? അതെ, തലക്കിത്തിരി പ്രശ്നമുള്ള ആളാ. അതുകൊണ്ട് അപ്പൊ എന്തിനാണ് അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്നത്? വേണ്ട വെച്ച പോരെ. അല്ല, നന്നായി പണിയെടുക്കും. ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതിപ്പോ ഞാൻ ആ മീന് വെള്ളത്തിലിട്ടിട്ട് അവനെ കാണാനില്ല, തെരഞ്ഞു വന്ന് നോക്കിയപ്പോഴേക്കും കാണിച്ചു വെച്ച പണിയത്. ഇനി ഉണ്ടാവില്ല, ഇനി ഞാൻ നോക്കിക്കോളാം. നിനക്കൊരു ബോധമില്ലേ? ഞാൻ ഒരു ശ്രദ്ധ പറ്റിയതാനും. എടപ്പടെ വന്ന് കൊണ്ടുവയ്ക്കണ ഈ സാധനങ്ങളകത്ത്. എന്താ ഈ ചക്കൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർ കണ്ടാ എന്താ വിചാരിക്കുക? ഞാൻ അതാണ്. നീ എപ്പോഴാ വന്നത്? ഞാൻ രാവിലെ നാട്ടിലെത്തി. അതെയാ? പിന്നെ ഞാൻ വീട്ടിൽ പോയിന്നു. ചെറിയമ്മ പറഞ്ഞു ഇവിടെ ഉണ്ട്. ഞാൻ രാവിലെ അങ്ങോട്ട് പോന്നു. സംഭവം പുതിയ പെയിന്റ് ഒക്കെ അടിച്ചില്ലേ? ഉഷാറേ, നന്നായില്ലേ? സെറ്റായി. ഉഷാറേ, സൂപ്പറായി. എപ്പോഴും ഉദ്ഘാടനം? എപ്പോഴാ ഉദ്ഘാടനം? 11 മണിക്ക്. പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം പേപ്പർ ഉണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്. ഇനിയിപ്പോ ഇംഗ്ലീഷ് പേപ്പറും കൂടി വേണമെങ്കിൽ വരുത്താം, ആൾക്കാർ വായിച്ചോട്ടെ. നിങ്ങൾ കുറച്ച് ഹിന്ദി പേപ്പറും കൂടി വെത്തിക്കോളെ. ബംഗാളികളൊക്കെ വരുന്നതല്ലേ. പൊന്നു ചെറിയ അതല്ല, ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിലേ ലൈസൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതുണ്ടോ? ലൈസൻസ് ഒക്കെ ഉണ്ടാ, പഞ്ചായത്ത് എടുക്കണല്ലേ? അതെന്റെ കയ്യിലുണ്ട്, ഭദ്രാണ്, ഒരു കുഴപ്പമില്ല. അതല്ല, ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് പറഞ്ഞിട്ട് സാധനം ഉണ്ട്, അത് വേണം. അതൊന്നും വേണ്ട, ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ ഭക്ഷണമൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാനുള്ള സ്ഥലം വേണം. അത് ഈ ഗ്ലാസ് കൂടെ ഉണ്ട്. ഇതിലേക്ക് വലുതൊന്നും ആരും ഉണ്ടാക്കില്ല. നിങ്ങളെ ഉദ്യോഗസ്ഥർ ചെക്കിങ്ങിന് വരുമ്പോ ഈ ഗ്ലാസ് ഡോറിന്റെ ഉള്ളിൽ കൂടെ വെച്ചിങ്ങനെ പഴംപൊരിയും വടയൊക്കെ കാണിച്ചു വെച്ചാൽ മതി, ഓലോട് പോയിക്കോളും. ഇതൊന്നും പോരാ. ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിലേ ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് പറയുന്ന സാധനം ഉണ്ട്, അതുണ്ടോ? അതില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ചെക്കിങ്ങിനെന്നുണ്ടല്ലോ ജയിലിൽ പോകേണ്ടി വരും. 6 മാസം തടവും 5 ലക്ഷം രൂപ പഴയ സർക്കാർക്ക് കൊടുക്കണം. അതൊക്കെ ഉണ്ട് കയ്യില്. എടാ, ഞാൻ ആരെയും കൊല്ലാനല്ലല്ലോ പോണത്, ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കലേ ചെയ്യുള്ളൂ. നിങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷ ഇല്ലാതെ ഇത് കൊടുക്കണ തന്നെയാണ് കൊലപാതകം. അതിനാണ് ജയിലിൽ പോകേണ്ടി വരിക. ഈ സർട്ടിഫിക്കറ്റ് സുഖമായിട്ട് ഇതൊന്നും ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അല്ല, ലൈസൻസ് എടുത്തല്ലോ. ലൈസൻസ് എടുത്തില്ലേ?
എടാ ലൈസൻസ് പഞ്ചായത്തിൽ തടുത്തിട്ടുണ്ട്. അല്ല അപ്പൊ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല? ചെറിയ ഇത് പഞ്ചായത്ത് ലൈസൻസ് അല്ല, ഇത് നമ്മൾ അക്ഷയ പോയിട്ട് അവിടെ ഒരു അപേക്ഷ കൊടുക്കണം. അപ്പൊ അവർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതാണ് ഭക്ഷ്യസുരക്ഷാ ലൈസൻസിനുള്ള പ്രൊസീജിയർ. അത് വേണം കേട്ടോ. കാരണം എന്താ പറയാ, നമ്മുടെ മൊയ്തുവിന്റെ ഹോട്ടൽ എങ്ങനെ പൂട്ടിച്ചിട്ടാ? ഈ സർട്ടിഫിക്കറ്റിലായിട്ടാണ്. പാവം 5 ലക്ഷം റുപ്യ ഫൈനും കൊടുത്തു. ഇപ്പൊ കട തുറക്കാനും പറ്റൂല. അതെ, ഈ ഗൾഫ് കിടന്നുണ്ടാക്കിയ കാശ് ഇങ്ങനെ കളയണം. ഏതായാലും ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് തുടങ്ങല്ലേ അല്ലേ? അതെ, 11 മണിക്കല്ലേ ഉദ്ഘാടനം. ഒന്ന് അക്ഷയ പോയിട്ടേ ഒരു അപേക്ഷ കൊടുത്തിട്ട് വാ. ഞാൻ ആരെങ്കിലും വന്നാലും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും പറയാലോ. എന്റെ സുഖത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നീ അത് എന്നോട് ആദ്യം പറയണ്ടേ? അപ്പൊ ലൈസൻസ് ഒക്കെ എടുത്തു പറഞ്ഞപ്പോ ഞാൻ എല്ലാം എടുത്തു എന്നല്ലേ കരുതിയത്. അല്ല ചെറിയ ചെപ്പ പോയാൽ മതി. ഇന്ന് തന്നെ ഇപ്പൊ ചെക്കിങ്ങിനൊന്നും വരില്ലല്ലോ. ഇത് കൊടുത്തിട്ടാ കിട്ടൂല സാധനം. അതെ, നിങ്ങൾ പോയിട്ടാ കൊടുക്കും. അത് കൊടുത്തിട്ടേ വീട്ടുകാരൊക്കെ കൂട്ടിയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചാ. ചായ ആ സാധനമൊക്കെ നേരെ എടുത്ത് വെച്ചോട്ടോ. ഞാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പുലിവാലുണ്ടാക്കാൻ നിക്കണ്ട നിങ്ങള്. സുഗത, അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിട്ടൊക്കെ വെക്കി. എന്റെ സത്യേട്ടൻ ഇപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. നിങ്ങൾ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ആ ചെക്കനോട് വന്നിട്ട് തുടക്കാൻ പറയും. ആ ബസ് സ്റ്റാൻഡിന്റെ മുകളിലാണ് അക്ഷയ. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം. സമയം കളയണ്ട. അച്ഛനെ കാണാനില്ല. ചേട്ടാ, അച്ഛനെ കാണാനില്ലെന്നേ. ഇവിടെ അക്ഷയ സെന്ററിലല്ല പറയണ്ടേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം. അപ്പുറത്ത് ഇറക്കിയപ്പോ മേഡത്തിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പുറത്തെ ഇറക്കിയപ്പോ മേഡത്തിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാ എന്റെ ചേട്ടനെ ആരോ പറ്റിച്ചതാ. പോയി പോലീസ് സ്റ്റേഷനിൽ പറയും. അച്ഛൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് അച്ഛൻ പോയിട്ട് 2 വർഷമായി. അച്ഛനെ കാണാതായിട്ട് 2 വർഷമായോ? വർഷമായി. ചേട്ടന് ഇപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടേ, അച്ഛനെ കണ്ടുപിടിക്കലാണോ വേണ്ടേ? ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് അച്ഛന്റെ പേരിൽ കുറച്ച് സ്വത്തൊക്കെ ഉണ്ടേ. അപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഉഷാറാക്കാൻ പറ്റൂലേ. അതെ, ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്ക്. മേഡം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്. അപ്പുറത്ത് ഇറക്കിയപ്പോ ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. അതാരും പറ്റിച്ചതാണ്. എന്തിന് ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചേട്ടാ ചെല്ല്. 2 വർഷം മുമ്പ് കാണാതെ പോയ അച്ഛനെ അന്വേഷിച്ച് വന്നേക്കാം. പോയില്ലേ? കഷ്ടം. പിന്നെ ഈ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് ചേർക്കട്ടോ, ഒന്ന് അവിടെ ചോദിക്കും. നമസ്കാരം. എന്താണ് സാർ? ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോയില്ലേ? പോടോ. കഷ്ടന്നോ. അപ്പൊ സാറേ എന്താ ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലേ? അയ്യോ, ഡത്തല്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ല, ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്. ഭക്ഷ്യസുരക്ഷ ഓ, അത് എടുക്കാൻ വേണ്ടിട്ടാണ്. തിരിച്ചറിയൽ കാർഡ് ഉണ്ടോ? തിരിച്ചറിയൽ കാർഡ് ഉണ്ട്. 2 ഫോട്ടോ വേണം. ഫോട്ടോ ഉണ്ട്. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതാണ് ഉടമസ്ഥാവകാശ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് എടുക്കേണ്ട കാര്യമുണ്ടാ? അത് വേണം. വേണോ? വേണം. ശരി, അതെടുക്കാം. ഓക്കെ. പിന്നെ ഈ ഹോട്ടലില് വെള്ളമുള്ളതാണോ? വെള്ളം ഉണ്ടല്ലോ. വെള്ളം ഇല്ലാതെ എങ്ങനെയാണ് ഹോട്ടൽ നടത്തുന്നത്? അല്ല, അങ്ങനെ വെള്ളം വെറുതെ ഉണ്ടായാൽ പോരാ. അത് നമ്മള് ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം. എന്തിന്? അതിന്റെ ആവശ്യമില്ല. കാരണം എത്രയോ വർഷമായിട്ട് അത് വെള്ളം കുടിക്കണതാണ്. എന്റെ അച്ഛനായിട്ട് അവരെങ്ങാണ്ട് കുത്തിയതാണ് ആ കിണറ്. ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ അതിനാ വെള്ളം എടുക്കുക. പിന്നെ പരിശോധിക്കണത്? സാർ, അങ്ങനെയല്ല. നമ്മൾ ഈ ലാബിൽ കൊടുത്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഇതിൽ അറ്റാച്ച് ചെയ്യണം. അല്ല കുട്ടിയെ, ഈ വെള്ളം ടെസ്റ്റ് ചെയ്യേ വേണം. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. സാറേ, ഇത് ജനങ്ങളുടെ ജീവിതമല്ലേ, ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ലല്ലോ. ശരി, അതെടുക്കാം. അതെടുക്കണം. പിന്നെ ഈ ഹോട്ടലിൽ എത്ര തൊഴിലാളികളുണ്ട്? തൊഴിലാളികൾ ഇപ്പോ ഞങ്ങള് ശരിക്കും 3 ആളേ ഉള്ളൂ. 3 പേരുണ്ട്. ഞാൻ പിന്നെ തൊഴിലാളിയല്ല. ഞാനാണ് നടത്തുന്നതേ. കുറച്ചു കാലം ഗൾഫിൽ പോയി. പിന്നെ അവിടുന്ന് കുറച്ച് പൈസ എന്തൊക്കെ കിട്ടിയപ്പോ ഇനി വെറുതെ അവിടെ നിൽക്കണ്ട വിചാരിച്ചിട്ട് അവിടെ നിങ്ങൾ പോന്നു. അപ്പൊ അച്ഛന് മുമ്പ് ഒരു കടി ഉണ്ടായിരുന്നു, ചായക്കടയൊക്കെ, ചെറിയ രീതിയില്. അപ്പോ ഇതൊന്ന് വലുതാക്കി പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചിട്ട് ഒരു ബോർഡൊക്കെ വെച്ച് വലിയ സെറ്റപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അതൊന്ന് നടത്താൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഒരു ബിസിനസ്, അത്രേ ഉള്ളൂ. എത്ര തൊഴിലാളികളുണ്ട്? തൊഴിലാളികൾ ഇപ്പൊ 2 പേരുണ്ട്.
മുമ്പ് രണ്ടുപേര് മുമ്പ് ഒരാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ചായ അടിക്കാനൊക്കെ ആയിട്ട്. അവരുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അവര് നല്ല ആരോഗ്യമുള്ള ആൾക്കാർ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല സാർ, അങ്ങനെയല്ല, ആരോഗ്യ സർട്ടിഫിക്കറ്റ്. അല്ല, അതിന്റെ ആവശ്യമില്ലാന്ന്. നമ്മൾ ആരോഗ്യമില്ലാത്ത ആൾക്കാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ജോലി ചെയ്യിപ്പിക്കല്ലോ. അവര് നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്, അവര് സ്വമേധയാ വന്നതാണ്, അല്ലാണ്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല. പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ്? സാർ, ഞാൻ പറയണമെന്ന് അങ്ങോട്ട് കേൾക്കാമോ? പറയും നിങ്ങള്. അതായത് ആരോഗ്യ സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, അത് നിർബന്ധമാണ് തൊഴിലാളികളുടെ. ഈ പണിക്കാർക്കോ? അപ്പൊ അതെടുക്കണം. ശരി, അതെടുക്കാം. വേറെ എന്താണ്? പിന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ട്രെയിനിങ് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ട്രെയിനിങ്ങാ? അത് വേണ്ടല്ലോ. അതായത് ഈ സുഗതം പറയുന്ന ആള് എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അയാൾ അച്ഛൻ ചായക്കട തുടങ്ങിയപ്പോ തന്നെ അവിടെ ചായ അടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ ആൾക്ക് ഇനി എന്തിനാണ് ചായ അടിക്കാൻ വേണ്ടിട്ട് സർട്ടിഫിക്കറ്റ്? സാർ, ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ട്രെയിനിങ് ആണ്. അത് വലിയ സംഭവമൊന്നല്ല, എല്ലാ ജില്ലകളിലും ഉണ്ട്. അറ്റൻഡ് ചെയ്താൽ മതി. ഇനി അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ പറഞ്ഞേക്കണം. ഞാൻ അവര് വിടണം സാറേ. അവരുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം, എന്നാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ശരി, അതിന് കൂടാ. പിന്നെ പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടോ? ആ അനുമതി എടുത്തിട്ടുണ്ട്. അതെ, എന്റെ വിചാരം എന്താ അറിയോ, ഇങ്ങനെയുള്ള സംഗതി തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു ലൈസൻസ് ഉണ്ടല്ലോ, ആ ലൈസൻസ് മതിയെന്നാണ്. ഈ വക പരിപാടികൾ ഉണ്ടെങ്കിൽ എനിക്കറിയില്ലതേ. അത് പോരല്ലോ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വേണ്ടേ? അതൊക്കെ ഇപ്പൊ എന്താ കട തുടങ്ങി, അപ്പൊ അതാണ് പ്രശ്നമായത്. ഇല്ലെങ്കിൽ ഞാൻ തുടങ്ങിയില്ല ഈ വക സാധനങ്ങളൊക്കെ പാടെ സംഘടിപ്പിച്ച് വരണമെന്നുണ്ടെങ്കിൽ. സാർ, അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കിയാലേ പറ്റുള്ളൂ. ശരി, നോക്കുക, അത് എടുക്കുക, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പൊ എന്നാ അതൊക്കെ ശരിയാക്കിയിട്ട് സാർ വന്നാ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യും നിങ്ങള്, അത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാ വേണ്ടെന്നുള്ള ഒരു കടലാസിൽ ഒന്ന് കുറിച്ചിട്ട് എനിക്ക് തരില്ല, മറന്നു പോവത്. പിന്നെ ഓരോന്നിനായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങാൻ വയ്യ. അതാണ് ഞാനൊരു പേപ്പറിൽ എഴുതി. ഇത് എഴുതി തരിക, അതാ. അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിൽക്കില്ല, അതാണേ. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ദൈവമേ, ഒരു കാര്യവും ഇല്ല ഇതിനൊന്നും. വെറുതെ ആളിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു പടി, അല്ലാതെ വേറെ എന്താ സാറേ ഇത്? പറയേ, ഇതൊക്കെ വേണം. വേണം. വെള്ളം ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യണേ. വർഷങ്ങളായിട്ട് ആൾക്കാർ കുടിക്കുന്ന വെള്ളമാണ്, അത് ഇനി ടെസ്റ്റ് ചെയ്തിട്ട് എന്തെന്ന് എനിക്ക് മനസ്സിലാവില്ല. ശരി, അപ്പൊ ആയിക്കോട്ടെ കേട്ടോളൂ. വേറെ എന്തെങ്കിലും വേറെ ഒന്നുമില്ല. അല്ല, വേറെ എന്തെങ്കിലും അല്ല, അത് ഇതൊക്കെ ആക്കിയിട്ട് ഒന്നുമില്ല. കംപ്ലീറ്റ് ആവുമ്പോ ഞാൻ വാങ്ങിക്കോളാം. അതെ, അത്രേ ഉള്ളൂ. നോക്കാം. ശരി. അയ്യോ, കണ്ണട പറഞ്ഞു. ശരി, കണ്ടോ? ശരി, അപ്പൊ ശരി. ഉണ്ണി, ഇതിപ്പോ ഏത് ഡോക്ടറെ അടുത്താണ് നമ്മൾ ഈ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കുക? എനിക്കിവിടെ ആരും അറിയില്ല കേട്ടോ. എനക്ക് പരിചയമുണ്ടല്ലോ. ആരെ? ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ്. അതെ, എന്റെ ഭാര്യ ഇവിടെ ആയിരുന്നു പ്രസവം. 5 കൊല്ലം പോയിട്ട് ക്യാൻറ്റീൻ എടുത്തെ. അപ്പൊ ചാടിക്കലാ പണി. അപ്പൊ ഓട്ടയിലേ നോക്കും, ഗൈനക്കോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഞാൻ പുറത്തിറക്കുന്നില്ലല്ലോ, എനക്കറിയാം. ശരി, അപ്പൊ ഈ ഓട്ടയെ കൂടെ നീ ഡോക്ടറെ കണ്ടിട്ടുള്ളൂ? അതെ. ഡോക്ടർ എന്നെ കണ്ടിട്ടില്ല? ഇത് കണ്ടിട്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല? സംസാരിക്കാൻ സമയം കിട്ടിയിട്ടാ. ഒറ്റ കുത്താണ് കുത്തൽ. പിന്നെ എന്ത് പരിചയം ഉണ്ടെന്നാണ് പറയുന്നത്? കാര്യപ്പെട്ടൊരു കാര്യത്തിൽ വരുമ്പോൾ അവന്റെ പൊട്ടത്തരം പറയില്ല. സത്യേട്ടൻ പറഞ്ഞറിയാലോ, ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകണം. വാ, ആരെ കണ്ടു നോക്കാലോ. ആരേലും കണ്ടിട്ടുള്ളൂ. ഹലോ ഹലോ, എവിടെ രണ്ടുപേരും കൂടെ ഓടിക്കറി പോന്നെ? ഞങ്ങളെ നിങ്ങളെ തന്നെ. എവിടെ പോവാ രണ്ടാളും കൂടി? ഞങ്ങള് അവിടേക്ക്. അവിടെ എവിടെ? അവിടെ മറ്റേ ഈ ഡോക്ടറെ കാണാൻ. ഏത് ഡോക്ടർ? ഏത് ഡോക്ടർ? നിങ്ങൾക്ക് അസുഖം? അസുഖമൊന്നുമില്ല. പിന്നെ ഞങ്ങളെ ഈ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിട്ടേ, ഞങ്ങൾ ഹോട്ടൽ തൊഴിലാളികളാണ്. എവിടെ നോട്ടെ. ഓ ഓ, അപ്പൊ ലൈസൻസിന് വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേർക്ക് ഹെൽത്ത് കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ അതാണല്ലേ. ഏത് ഡോക്ടറെ കാണാന്ന് അറിയാണ്ടെങ്ങനെ വിഷമിച്ച് ഇതേ ഇവിടെ നേരെ പോകുമ്പോ ഫസ്റ്റ് ഡോർ കണ്ടാ? അവിടെ പോയിട്ട് നേരെ ഫസ്റ്റ്. ഇവിടെ നേരെ പോയിട്ട് ആ ഫസ്റ്റ് ഡോറിൽ ചെല്ലുമ്പോ അവിടെ രാഘവൻ ഡോക്ടർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഡോക്ടർ രാഘവൻ ഡോക്ടർ. പുള്ളിയെ കണ്ടാ മതി. മൂപ്പരാണ് ഇത് തരാ. പുള്ളി എല്ലാം ശരി പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ? പിന്നെ പെട്ടെന്ന് തരും. എന്നാ വാടാ. ഞാൻ പെൺകുട്ടി വിചാരിച്ചു. എന്താ പേരെന്താ? പണ്ഡിറ്റ്. വെളിച്ചപ്പാടാ? അല്ല, മുടി കെട്ടി വെച്ചോണ്ട് വെച്ച്. മുടി വളർത്തിയല്ല, വെളിച്ചപ്പാടാണ്.
ആഹാ. ഏ? ആ? ആഹാ. ഏ? ഏ? ആഹാ. സാറേ 2 ഹെൽത്ത് കാർഡ് വേണം. ഇതാണ് ഫോറം. നമുക്ക് ഓരോന്ന് മതി. വേണം പോയിട്ട് ആവശ്യം. ഇതെന്റെ ഹോട്ടലാ. അങ്ങനെ മനസ്സിലായി നമ്മൾ ഹോട്ടലിൽ തന്നെ. സാറേ ഞങ്ങള് ഹോട്ടൽ ജീവനക്കാരാണ്. അതെയോ? ഞങ്ങളുടെ മുതലാളി സത്യശീലൻ എന്ന് പറഞ്ഞ ആളൊരു ഹോട്ടൽ തുടങ്ങുകയാണല്ലോ. അപ്പൊ അതിന് ഈ ഞങ്ങളുടെ സ്റ്റാഫുകളുടെ അല്ലേ അതെ അതെ സർട്ടിഫിക്കറ്റ് വേണം. അതെ. ഹെൽത്ത് കാർഡ് വേണം ഞങ്ങൾക്ക് 2 പേർക്കും. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കാനുള്ള കാർഡല്ലേ, ഹെൽത്ത് കാർഡല്ലേ? അതെ അതെ. അതിന് കുറെ പണിയുണ്ട്. നിങ്ങൾക്ക് രോഗം ഉണ്ടോന്ന് പരിശോധിക്കണം. ഇല്ല, ഞങ്ങൾക്ക് ഒരു അസുഖമില്ല. ഹാർട്ടിന് സുഖമുണ്ടോ നിനക്ക്? ഉണ്ട്. എന്റെ അച്ചാച്ചൻ ഓറ് മരിച്ചു. എനിക്കില്ല. നിനക്കുണ്ടോ? എനിക്കില്ല. ചൊറിയുണ്ടാ നിനക്ക്? ചൊറിയുണ്ട്. മിനിയാന്ന് കട്ടൂർ പിടിച്ചാൽ ചൊറിഞ്ഞിട്ടേ. ഇത് കടച്ചിലല്ലടാ, ഇത് ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാറാ. പട്ട ചൊറിയാൻ പറ്റുണ്ടോ? ഇല്ല. ആമാശയത്തിൽ വല്ല സുഖമുണ്ടാ ആർക്ക്? നിങ്ങക്ക്? ഇല്ല സാധനം. അല്ല അതെങ്ങനെ അറിയാം? ആമാശയം വയറിന്റെ അകത്തല്ലേ, അതിന് അസുഖം ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ഓരോ രോഗത്തിനും അതായത് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അതില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തരണം. അതിനിപ്പോ ഒരു 2 ആഴ്ചയിലധികം പിടിക്കും. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാം. ഈ ഹെൽത്ത് കാർഡ് 2 ആഴ്ച. 2 ആഴ്ചയിലധികം പിടിക്കും. സത്യേട്ടൻ പറഞ്ഞത് ഒരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നാണല്ലോ. സത്യേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ തീർന്നു. അതേ ഡോക്ടർ? ഡോക്ടറല്ല, ഞങ്ങളുടെ ഹോട്ടലിന്റെ മുതലാളി സത്യേട്ടൻ പറഞ്ഞ കയ്യോടെ ഹെൽത്ത് കാർഡ് കിട്ടുന്നു. അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു അറ്റൻഡർ കുറച്ച് പണ്ഡിറ്റ് ആ മുടി ഇങ്ങനെ ബാക്കിലേക്ക് ഞങ്ങളിപ്പോ വരുമ്പോ കണ്ടിരുന്നു. അയാളെ കണ്ടാലേ നിങ്ങൾ ഓരോ ഡോക്ടറെ അടുത്ത് പോകണ്ട, എല്ലാരും ഇത് അയാൾ മേടിച്ചു കൊടുത്തിട്ട്. അത്ര നല്ല മനുഷ്യനാണ്. അത്ര നല്ല മനുഷ്യനാണ്. അയാൾ പറയുന്നത് എന്താ വെച്ചാ അതങ്ങ് ചെയ്താൽ മതി. സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു. അതിന് ഞങ്ങള് എന്താ ചെയ്യണ്ട്? അങ്ങനെയല്ല, അയാൾ പറയുന്ന സംഖ്യയുടെ കൊടുത്താൽ മതി. ശരി. ഞാനും ഒപ്പിട്ട് തരും. ശരി. അപ്പൊ അയാള് മേടിച്ച പൈസ സാറിനും കിട്ടും, എല്ലാവർക്കും കാര്യം നടക്കും അല്ലേ? പിന്നെ കാര്യം നടക്കണ്ടേ? അല്ല ഞങ്ങള് സത്യേട്ടനൊന്ന് വിളിച്ചിട്ടേ ചോദിച്ചോട്ടെ. അല്ല വേണം, വേണ്ടിവരും. പട്ടിന്റെ കാണാം. അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയിലധികം കയ്യോടെ വേണം. ഒരു 10 പൊറോട്ടയും ഒരു ചില്ലി അല്ലേ നമുക്ക് കൊടുക്കാൻ. അതെ ഡോക്ടർ രാഘവൻ. അതെ. ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിലേ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പറയുന്ന സാധനം ഉണ്ട്. അതുണ്ടോ? അതില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ചെക്കിങ്ങുണ്ടല്ലോ, ജയിലിൽ പോണ്ടി വരും. 6 മാസം തടവും 5 ലക്ഷം രൂപ പഴയ സർക്കാർക്ക് കൊടുക്കണം. എടാ ഞാൻ ആരെയും കൊല്ലാനല്ലല്ലോ പോണത്, ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷ ഇല്ലാതെ ഇത് കൊടുക്കണ തന്നെയാണ് കൊലപാതകം. ഗൾഫ് കിടന്നുണ്ടാക്കിയ കാശ് ഇങ്ങനെ കളയണം. എന്താ പറയണ്, എപ്പോഴോ കൊടുത്തതാണ്. ഇത് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി, റിസൾട്ട് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. സമയം എത്രയെന്ന് ഒരു പിടിയില്ല. നമ്മളിപ്പോ രക്തം പരിശോധിക്കാൻ കൊടുക്കുകയാണെങ്കിലും നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് തരുമല്ലോ. ഷുഗർ ഇത്ര, മറ്റു ഇത്രയും, മറിച്ച് ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല ഗൾഫിലേക്ക് പോകണില്ല വിചാരിച്ചാണ് പോന്നത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഹോട്ടൽ തുടങ്ങണത്. തുടങ്ങുമ്പോഴേക്കന്നെ 100 നൂലാമാല കേസുകളാണ്. നോക്കട്ടെ, നാട്ടിൽ നിൽക്കുമ്പോ ഒരു സുഖമുണ്ടല്ലോ. എന്താ വിചാരിച്ചാൽ തുടങ്ങിയത്. ഇനി എന്താ ഇതൊക്കെ പാടെ കൂടിയിട്ട് ഇവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പാടെ കളക്ട് ചെയ്ത് വരുമ്പോഴൊക്കെ എന്താവുക എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങോട്ടനെ വരും, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോ
ശരി, ഓക്കെ. സത്യശീലൻ സത്യശീലനുണ്ടാ? ഓ ആ. നമ്മുടെ നാടിന്റെ ഒക്കെ ഒരു പോക്കേ നമ്മുടെ നാടിന്റെ ഒക്കെ ഒരു പോക്കേ ഈ ബഡ്ജറ്റും സംഭവമൊക്കെ കഴിഞ്ഞ പിന്നെ പൊതുജനങ്ങളോട് മിണ്ടാൻ പേടിയാകുകയാണ്. എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണക്കാരായ ആൾക്കാരെ അങ്ങനെ പിഴിയണ്. അവരോട് പറയണത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനാണെന്നാണ്. അതാണ് നമ്മളോട് ഇത്ര ദേഷ്യം. പക്ഷെ സത്യത്തിൽ അതല്ല, അതൊക്കെ അവരുടെ ആർഭാട ജീവിതം കൊണ്ടാണ്. ഇതിലിപ്പോ സാറേ ലാഭ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ, അവർക്കെല്ലാം ഫ്രീ അല്ലേ? അവർക്ക് ട്രെയിനിൽ വെറുതെ പോവാം, ഫ്ലൈറ്റിൽ വെറുതെ പോവാം, ചികിത്സ ഫ്രീ. പിന്നെ അവിടേക്കും ഇവിടേക്കൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ അവർ റെസ്റ്റ് ഹൗസ് വെറുതെ ഉപയോഗിക്കും, തിന്നുക കുടിക്കുക, ഇതന്നെ അല്ലേ? അതിന്റെയൊക്കെ ചെലവാണ് ഈ ടാക്സ് ആയിട്ട് പിരിക്കണത്. അപ്പൊ ഈ സാധാരണക്കാരുടെ കാര്യം എന്താണ്? അവർക്ക് ഉദ്യോഗസ്ഥരോട് മെക്കിട്ട് കയറാല്ല, മറ്റവരുടെ അടുത്ത് പറയാൻ നോക്കൂലേ? അല്ല സാർ, എന്താ ഇപ്പൊ നമ്മുടെ സത്യശീലന്റെ വെള്ളം പരിശോധിച്ചതിന്റെ റിസൾട്ട് ആയിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? അതിൽ ഇക്കോളിന്റെ അംശമുണ്ട്. ഇക്കോളിന്റെ അംശമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കക്കൂസ് മാലിന്യത്തിന്റെ അംശം ആ വെള്ളത്തിൽ കാണിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വരാൻ നമ്മൾ അതിൽ കൊണ്ടുപോയി ഇടണമെന്നൊന്നുമില്ല. ആ പരിസരത്ത് എവിടെയെങ്കിലും ബാത്റൂമോ സെപ്റ്റി ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഭൂമിയുടെ അടിയിൽ കൂടി അതിൽ വന്ന് ലയിക്കും. ഇല്ലേ? ഇതിൽ കാണിക്കേണ്ട റിസൾട്ടില്ലേ? അല്ല, റിസൾട്ട് ചിലപ്പോ മാറിയിട്ടുണ്ടാവും സാറേ, അല്ലാണ്ട് അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഇല്ല. ഇതേ നമ്മുടെ വെള്ളത്തിനൊരു ഘടനയുണ്ട്. അത് 6.5-നും 7.5-നും ഇടയിൽ നിർത്തണം. ഇതിന് മുകളിൽ കൂടി പോയ ആൽക്കലൈൻ വാട്ടർ ആവും, കുറഞ്ഞു പോയ അസിഡിറ്റി വാട്ടർ ആവും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ശരി. അപ്പൊ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ വെള്ളത്തിന് കുറവാണ്. നമ്മുടെ വെള്ളത്തിന് കുറവാണ്. അതുമല്ല, വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ട്. ഇതിൽ ഇരുമ്പിന്റെ അംശം 3% കൂടുതൽ ആകാനേ പാടില്ല. 3% കൂടുതലുള്ളത് ഉപയോഗിച്ചാൽ നമ്മുടെ നഖം കറുക്കും, മുടി കൊഴിയും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇല്ലാന്നേ, ഒരു പ്രശ്നമില്ല സാറേ. അല്ല, എന്താ സംഭവിച്ചാൽ ഇത് ഇന്നോ ഇന്നലെ കുത്തിയിട്ടുള്ള കിണറല്ല. ഇത് വർഷങ്ങളായിട്ട് ആൾക്കാർ, ആ പ്രദേശത്ത് മൊത്തമുള്ള ആൾക്കാർ അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അത് കാലപ്പഴക്കം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 10-60 വർഷമില്ലേ കലോത്സവം നടക്കണം. അവിടെ ഫുഡിന് ഇന്ന് വരെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടാ? പക്ഷെ ഈ കൊല്ലം വിവാദം ഉണ്ടായില്ലേ? ഫുഡും ഇത് തമ്മിൽ എന്താണ് ബന്ധം? അല്ല, ഇതിപ്പോ ഇത്രയും കാലം നിങ്ങൾ പരിശോധിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം പരിശോധിച്ചപ്പോ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനൊക്കൂല. അല്ല സാറേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ സമയം വരെ ആ വെള്ളം കുടിച്ചിട്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കതാ മനസ്സിലാവാത്തത്. അല്ലത് ഇത്രയും കാലത്തിന്റെ അല്ല, നമ്മളിപ്പോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇക്കോളിന്റെ അംശമുണ്ട്, ഇരുമ്പിന്റെ അംശമുണ്ട്, നമ്മുടെ വാട്ടറിന്റെ ഘടന കൂടുതലുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളം ഉപയോഗശൂന്യമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. ഇനിയിപ്പോ എന്റെ ഈ ബിസിനസ്സിൽ ആർക്കെങ്കിലും അസൂയുള്ളവര് അവര് കൊണ്ടുവന്ന് കലക്കിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമ്പോ അത് അറിയോ? ഇല്ല, അങ്ങനെ കലക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ കാലങ്ങളായിട്ട് ഈ വെള്ളത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആണോ? അല്ലേ? അതുമല്ല, നമുക്ക് ഇവിടുത്തെ റിസൾട്ട് മാത്രം പോരാ, ഒരു 5 ലാബിൽ പരിശോധിച്ച സർട്ടിഫിക്കറ്റ് വേണം. ഒരു സ്ഥലത്തുനിന്ന് പോരാ. അല്ല, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പതുക്കെ കണ്ണടക്കാമെങ്കിലും നമുക്ക് ഈ ഇരുമ്പിന്റെ അംശം നമുക്ക് കണ്ണടക്കാൻ പറ്റില്ല. അത് ഗൗരവമുള്ള പ്രശ്നമാണ്. അപ്പൊ സത്യശീലൻ സാർ ഒരു കാര്യം ഇപ്പൊ ഈ ഹോട്ടലിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ വേറൊരു കിണർ കുത്തിക്കും. വേറെ കിണർ കുത്തി നമുക്ക് അതിലെ വെള്ളം പരിശോധിച്ചിട്ട് ഫ്രഷ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. സാറേ, ഇനിയിപ്പോ ഇത് ഇവിടുത്തെ ഈ ലാബില് എന്തെങ്കിലും ഉപകരണങ്ങൾ പഴകിയോണ്ട് അങ്ങനെ വരില്ല? ഇതൊക്കെ പുതിയ മെഷീനറീസ് ആണ്. നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അത് പരിശോധിക്കുന്നത്. ഇനിയിപ്പോ ഇത് വേറെ ഏതെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? എവിടെ ടെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അവര് ടെസ്റ്റ് ചെയ്യും, റിസൾട്ടും തരും. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ അംഗീകരിക്കൂല. നമ്മുടെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ അംഗീകരിക്കുള്ളൂ, നിങ്ങൾക്ക് ലൈസൻസും കിട്ടുള്ളൂ. ഇപ്പൊ ഹോട്ടലിൽ നടത്താൻ ലൈസൻസിന് വേണ്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയ കിണർ അങ്ങോട്ട് കുത്തിക്കോ. എന്താ കിണർ ഒഴിക്കാൻ പറയാനൊക്കെ എളുപ്പമാണ് സാറേ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണം. അതെ, നമുക്ക് ഹോട്ടലിൽ തുടങ്ങണ്ടല്ലേ? എന്നാ ശരി, ഓക്കെ. എന്തൊരു പൊട്ടനാണ് ഇയാള്. കേരളത്തിലെ ഏത് വെള്ളം പരിശോധിച്ചാലും ഇതായിരിക്കും റിസൾട്ട്. ഇയാൾക്ക് എന്നെ കണ്ട പോലെ കണ്ടാ പോലെ ഞാൻ റെഡിയാക്കി കൊടുക്കൂലേ? അർക്കീസ്. സത്യേട്ട. എന്താ സത്യേട്ടാ? അല്ല, ഞങ്ങള് ട്രെയിനിങ്ങിന് പോവാണ്. എന്താ കാര്യം? അതെ, എന്നാ ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. എവിടെ നിക്കണേ?
എന്നാ സത്യേട്ട അവിടെ നിന്നോ, ഇതപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇത് പിടിച്ച എന്താ ഒരു പരിപാടി നടക്കില്ലടോ. അതെ, ഞങ്ങളെ ട്രെയിനിങ്ങിന് പോലെ. ഇത് ഈ കച്ചവടം പരിപാടി നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അതെ, ഈ വക പരിപാടികളൊന്നും നടക്കില്ല. ഞാൻ ഇതെല്ലാം കെട്ടിപ്പറക്കിട്ടെ ഞാൻ എന്റെ പാട്ടിന് പോവാണ്. എന്തപ്പണ്ടായി? എന്താ നടക്കില്ല, കച്ചവടം നടക്കില്ല, ഒന്നും നടക്കില്ല. എന്തേ? എന്താ വെള്ളമൊക്കെ പരിശോധിക്കാൻ വേണ്ടി പോയിട്ട് അതൊന്നും ശരിയായില്ല. എന്താ പറഞ്ഞവര്? അവര് പറയണ എന്താ വെച്ചാ വെള്ളത്തില് പിന്നെ ഇരുമ്പിന്റെ അംശം കൂടുതലാണ്, പിന്നെ വേറെ എന്താ കക്കൂസ് മാലിന്യത്തിന്റെ അംശങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ എന്താ കാട്ടുക? അല്ല, ഇരുമ്പിന്റെ അംശം ഉണ്ടാവും. ഇതിനെ കുറെ കള്ളുടി ഇരുമ്പിന്റെ കുറെ കമ്പി കിട്ടിനി, അതിന്റെ അംശം ഉണ്ടാവും. എത്ര കണക്കിന് ആൾക്കാർ വെള്ളം കുടിക്കണ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇപ്പൊ അവര് പരിശോധിക്കുമ്പോ മാത്രം അതിൽ കുഴപ്പമുണ്ടാവണം? അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ആ സാറ് ചോദിച്ചപ്പോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എത്രയോ കാലമായിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് സാറേ, ആർക്കും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി പറയുന്നത് ചോദിച്ചു ഞാൻ അയാളോട്. അല്ലാണ്ട് ഇപ്പൊ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അങ്ങനെ വിഷമിക്കാണ്ടിരിക്കും, നോക്കട്ടെ. എന്ത് നോക്കണത്? ഞാൻ അയാൾ പറഞ്ഞേക്കാൻ മീതാണ് നീ പറയണത്. അങ്ങനെയല്ലല്ലോ അത്. ഞാൻ എന്തൊക്കെ മാറ്റിക്കോളും. ഹലോ, ഞാനാണേ സുഗതന. മറ്റേ ചേട്ടന്റെ മറ്റേ ഹോട്ടലിന്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ടേ. അതെ, നമ്മുടെ ഈ മറ്റേ വെള്ളം പരിശോധിക്കാൻ കൊണ്ടായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? അതെങ്ങനെ കിട്ടിയത്? അതെ, അഞ്ചോർക്കിന് സർട്ടിഫിക്കറ്റ് കിട്ടാണ്. അഞ്ചുണ്ട്. അതെങ്ങനെയാ കിട്ടിയത്? അതെല്ലേ? അതെ, നമ്മുടെ സത്യേട്ടനാണ്. നമ്മുടെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ ഗൾഫിലൊക്കെ പോയി വന്നിട്ട് നിയമം ഒന്നും അറിയില്ല, അപ്പൊ പേപ്പർ കിട്ടാതെ വിഷമിച്ചിരിക്കുക. ശരി, ഞാൻ വിളിക്കാം. കള്ളന്മാരാട്ടോ. എന്താ പറയണത്? വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഇത് കാശ് കിട്ടാൻ വേണ്ടിട്ടാണേ. പൈസക്കോ? അതെയോ? ഈ 5 ലേബിലും കുറേശ്ശെ കാശാണ്ട് കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാ പിന്നെ അവർക്കത് വാ തുറന്ന് ചോദിച്ചെന്താ കുഴപ്പം? അതെങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കോ? കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് സത്യേട്ടനെ ചെയ്യലല്ലേ. ഇപ്പൊ മെയിൻ ആള് വന്നില്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ, കയ്യിൽ 5 ലാബിലേക്കും വേണ്ടത് ചുരുട്ടിട്ടാണ്ട് കൊടുത്തു നോക്കും, വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? നീ ഞങ്ങൾ ക്ലാസ്സിന് പോട്ടെ. ഇതെവിടേക്ക്? ക്ലാസിന്റെ അല്ലേ നിങ്ങൾ പോണത്? അതെ. അതോ നീ മൃതകം വായിക്കാൻ പോണ്? അല്ല, ഈ വേറെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലേ ഒരു മാന്യനാന്ന് തോന്നിക്കോട്ടെ. എന്റെ സുഗത, ഭക്ഷ്യസുരക്ഷയുടെ ക്ലാസ്സിനാണ് പോണത് അല്ലേ? എങ്ങനെ ഹോട്ടൽ നടത്തണം, എങ്ങനെ ഹോട്ടലിലെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അല്ലാണ്ട് ഇതിന് ഈ ഡ്രസ്സിന് ഇങ്ങനെ വിഷയമില്ല അവിടെ. അല്ല, ഈ മനുഷ്യന്റെ മാന്യത വസ്ത്രത്തിലാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എളുപ്പം കിട്ടിക്കോട്ടെ ചെയ്താ. ശരി. പിന്നെ ഒന്നാമത് എനിക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, ഇതിപ്പോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോവാ, ഇവനാണ് ആവശ്യം. അല്ല, ഇതെന്താ? ഇതെന്താണത്? എന്ത് ക്ലാസ്സിന് പോകും? എവിടുന്ന് കിട്ടിയ നിനക്കത്? എനിക്ക് പേരും ഷർട്ടൊന്നും ഇല്ലോ. ഞാൻ മന്മോദേട്ടന്റെ വീട്ടില വില്ലേജ് ഓഫീസർ. ഓറെ വീട്ടിൽ നിന്ന് അനച്ചാറിട്ടുണ്ട്, അതിന് കുപ്പായും പാന്റും ഞാൻ ഇട്ടിട്ട്. ഇത് കയ്യൊക്കെ മടക്കി വെക്കി ഇതൊന്ന് വൃത്തി മെനക്കായിട്ട് പോന്റെ ഉണ്ണിയെ. എന്റെ കുപ്പായല്ലോ, അപ്പൊ അതുപോലെ കിട്ടൂല നമ്മളെ ബോഡിക്ക് കഴിച്ചു. മതി. ഞാൻ പാന്റ് ഇൻ ചെയ്യാൻ പറ്റും നോക്ക്. കൊടുക്കണ്ട ഇതിന്? ഊരി ചാടൂല്ല. ക്ലാസ് നടക്കുമ്പോ ഊരി ചാടി അതിലും വലിയ കുഴപ്പമാണ്. ബെൽറ്റ് ഇല്ലേ? ബെൽറ്റും തിരി അത് എതക്കടാ നോക്കോ. എന്നാ ശരി സുധാ, പെന്നതാ പോക്കറ്റില് പോ. സമയം വൈകിട്ടാ. നീ കറക്റ്റ് സമയത്ത് ചെന്നില്ല പറയട്ടെ, അവിടെ പുറത്ത് നിർത്തും ചിലപ്പോ. മുതലാളി, എന്താണ്? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറഞ്ഞോ? അതെ, എനിക്ക് ഒരു 2 ദിവസം ലീവ് വേണമായിരുന്നു മുതലാളി. 2 ദിവസം ലീവ് വേണമായിരുന്നു. അപ്പൊ ഇവിടെ ആര്? ഇല്ല, 2 ദിവസത്തെ ഭക്ഷണം ഞാൻ ഒന്നിച്ചാക്കിട്ട് പോയ പോരെ? 2 ദിവസം ഭക്ഷണം നീ ഒന്നിച്ച് വെക്കുക? കൊടുക്കേനും കൊണ്ടു. എന്റെ പാലമണ്ടയിൽ എന്താടാ കളിമണ്ണാണ്? എന്തിനാണെങ്കിൽ ലീവ്? പക്ഷെ ഭാര്യനെ കൂട്ടുന്ന ഉത്സവത്തിന് പോണായിരുന്നു മുതലാളി, അത്യാവശ്യം. അന്ന് ഉത്സവത്തിന് നീ വെക്കോ പിന്നെ അങ്ങോട്ട് വരണ്ട. അല്ല, ഉത്സവത്തിന് ചീട്ട് കളിക്കാൻ പോകുന്നത് പോയിട്ടേ കുഴപ്പമില്ല. ഇവിടെ വരും. നിനക്ക് ഇവിടെ നിൽക്കണോ അതോ ചീട്ട് കളിക്കാൻ പോണോ? എനിക്ക് ഇവിടെ നിൽക്കണം, എന്റെ തൊഴിലായി. എന്നാ പിന്നെ വെക്കോ.
വരി ഇരിക്കെ ചായ എടുക്കല്ലേ അങ്ങോട്ട് നോ ആയിരിക്കാം, അത് കുഴപ്പമില്ല. ഞങ്ങളതിന്റെ ഓണർ ആ അതെ ഞാനാണ് സത്യശീലനാണ്. സത്യശീലൻ. ഓ ഞങ്ങളാരാ മനസ്സിലായോ? നിങ്ങളാരും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല. ആരാണ്? ഞങ്ങള് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിന്ന് വരികയാണ്. എങ്ങനെ? ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അതെയോ? എന്നാ പറഞ്ഞ. ആ നമസ്കാരമുണ്ട് സാറേ. കുഴപ്പമില്ല, നിങ്ങളുടെ തന്നെ ഇരുന്നോട്ടെ. ഒന്നിങ്ങോട്ട് വാ. ഇതിന്റെ കവർ ഓട്ടണില്ലല്ലോ ഞങ്ങ ഇത്. ഇത് തീർന്നിട്ടോ, അതിഞ്ഞ് കുറച്ചും കൂടി വാങ്ങണത്. സാറേ ചായയിൽ ഇപ്പൊ മധുരം എന്താ ചായ എടുക്കാം? ചായ തന്നെ വേണ്ട. ഇത് വാങ്ങാൻ വേണ്ട. പിന്നെ ഇവിടെ തൊഴിലാളികൾ എത്ര പേരാണ്? തൊഴിലാളി 3 പേരുണ്ട് ഞങ്ങള്. നിങ്ങൾക്കെന്നെ സംശയം? 2 പേരകത്ത് പണിക്കുണ്ട്. ഓ ശരി, അവരിനൊന്ന് കാണാൻ പറ്റുമോ? ഓ കാണാൻ പറ്റുമല്ലോ. ഒന്നിങ്ങോട്ട് വിളിക്ക്. സുഗത ഓ ഒന്നിങ്ങോട്ട് വാ പുറത്തേക്ക്. മട്ടേനെ വിളിക്ക്, ഉണ്ണിനെ വിളിക്ക്. ഇവർ രണ്ടാളാണ് സാറേ. ചായ കാപ്പിയൊന്നും വേണ്ട. അപ്പൊ നിങ്ങളവിടുത്തെ പണിക്കാര്? അതെ. അല്ല മഞ്ചുള്ള ആൾക്കാർ. ഇവർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ? ഓ ഉണ്ട്. ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. എന്നാ എടുക്ക്. ആ കാർഡ് ഉണ്ട്, എടുക്ക്. കാർഡ് എടുക്ക്. അതെവിടെ? രണ്ടാളുടെ ഉണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഇത് രണ്ടാളുടെ. അപ്പൊ നിങ്ങടെ എനിക്ക് വേണ്ടല്ലോ. നിങ്ങക്ക് വേണ്ടാന്നോ? അല്ല ഞാനാണ് ഈ പിന്നെ കട നടത്തുന്നത് ഞാനല്ലേ. നിങ്ങള് ഇടക്ക് പറഞ്ഞ അടുക്കളയിലൊക്കെ പോയി സഹായിക്കണ്ടാവൂലേ? അതിന്റെ ആവശ്യം ഞങ്ങൾ മുതലാളിമാരെ കൊണ്ട് പണിയിപ്പിക്കില്ല. ഞങ്ങൾ തന്നെ എല്ലാ പണിയെടുക്കും, മൂപ്പരൊന്നും പണിയെടുക്കില്ല. അതെ. എനിക്ക് വേണ്ട. ശരി. എനിക്ക് വേണ്ടത് മറ്റേ അക്ഷയയിൽ പോയപ്പോ പറഞ്ഞവര്. അതെ. ഓ അവര് പറയേ വേണ്ടെന്ന്. എന്നാ ഈ പണിക്കാർക്ക് പോസ്റ്റാഗ് ഉണ്ടോ? പോസ്റ്റ്മാൻ 12 മണിയാവും വരാൻ. പോസ്റ്റ്മാൻ അല്ല പറഞ്ഞ കേൾക്കില്ല കൊണ്ടല്ലേ. പോസ്റ്റാഗ് ഉണ്ടോ? പോസ്റ്റാഗ് ഭക്ഷ്യസുരക്ഷാ ട്രെയിനിങ്. ട്രെയിനിങ് ഞങ്ങൾ പോയിട്ടുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എടുക്കണ്ട, ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. സാറേ ഈ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്താണ്. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ 12 വയസ്സിൽ ചായ അടിക്കാൻ തുടങ്ങിയതാ. 3000 പേർക്കുള്ള ബിരിയാണി ഞാൻ ഒറ്റയ്ക്ക് വെക്കും. ഭയങ്കര ഫേമസ് ആയിട്ട് ബിരിയാണി. ശരി. അത് വല്ല കല്യാണ വീട്ടിൽ പോയി വെച്ചാൽ മതി. ഇവിടെ വെക്കണമെങ്കിൽ ഇതൊക്കെ വേണോ? എവിടെ താമസിക്കണേ? ഞാൻ വീട്ടിലാ. ഭാര്യ 2 കുട്ടികളും ഉണ്ട്. ശരി. നിങ്ങളോ? ഞാൻ വീട്ടിൽ തന്നെ, പക്ഷെ വരാൻ തീരും. കിടക്കൽ വരാൻ തീരും. ശരി. ഇവര് താമസിക്കുന്നിടത്തൊക്കെ പോലൊക്കെ ഉണ്ടോ? ഓഹോ അല്ല ഇപ്പൊ എന്റെ അയൽവാസിയാണ്. അല്ല അറിയാം, ആ പൊളിഞ്ഞമ്പലത്തിന്റെ കഴിഞ്ഞിട്ട് ആ വളവില്ലേ, അവിടെയാണ് വീടിന്റെ. അതെ. എന്നും കാണുന്ന ആൾക്കാരല്ലേ, പിന്നെ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. എന്നെ മുതലാളി എന്നല്ല, വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് കേറ്റൂല. ശരി. നിങ്ങളിപ്പോ ഡെയിലി പേര് വീട്ടിൽ ചെന്നിട്ടേ ലോഹ്യം പുതുക്കേണ്ട കാര്യം അറിയാനല്ല ഞാൻ ചോദിച്ചത്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതുണ്ടോ കയ്യില്? കണ്ടിന്യൂസ് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം നിരന്തരം ചെന്ന് സന്ദർശിച്ച് അന്വേഷിച്ച് അവിടെ ഹൈജീനിക് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. എന്നിട്ട് അത് എന്താണ് എന്നുള്ളത് റിപ്പോർട്ടാക്കി തയ്യാറാക്കി ഇവിടെ വെക്കണം. ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർ വരുമ്പോ കാണിച്ചരണം. അതിലുണ്ടോ? ഇല്ല സാറേ, അത് ഞാൻ ഒരു കാര്യം ചെയ്യാം. അത് ഇനി മുതൽ എന്തായാലും വെക്കാം. നാളെ മുതൽ വെക്കാം. ഇനി മുതൽ അത് എഴുതിക്കോളൂ, രേഖപ്പെടുത്തിക്കോ. കട തുറക്കണതിന് മുമ്പ് പോയിട്ട് അന്വേഷിച്ചിട്ട് പറയാം. നിങ്ങളെപ്പോ പോണെന്നുള്ളതല്ല, ഇതൊക്കെ ചെയ്യേണ്ടതാണ്, നിയമാണിത്. ഈ തൊഴിലാളി ഇത് ഭക്ഷണം കൊടുക്കണ സ്ഥല അല്ലേ? അവിടെ ഈ നാനാ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങൾ ഈ തൊഴിലാളികളൊക്കെ അന്തം കൊന്തല്ലാണ്ട് എവിടെയെങ്കിലൊക്കെ അങ്ങോട്ട് പോയി താമസിച്ച് അവര് മറ്റേ വിസർജിക്കണ സ്ഥലം ഏതാണ്, അവര് മറ്റേ ഇതൊക്കെയാണ് ഹൈജീനിക് അല്ലാച്ചാല് കോളറ മുതലുള്ള സകലമായ പകർച്ചവ്യാധികളും ഇവർക്കൊക്കെ ഉണ്ടാവും. അത് ഈ വരുന്ന നാട്ടുകാർക്കൊക്കെ കൊടുക്കും. അതില്ലാണ്ടിരിക്കാനാണ് ഞങ്ങൾ ഈ പരിശോധനക്കൊക്കെ ഇറങ്ങണേ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണം. നിങ്ങൾ മുതലാളി അല്ലേ? മുതലാളി ഇതൊക്കെ പോയി അന്വേഷിച്ച് രേഖപ്പെടുത്തണോ ദിവസം? ഓക്കെ സാർ, അത് ചെയ്യാം. അപ്പൊ അത് ചെയ്തിട്ടില്ല, പൊന്നി ചെയ്യാന്നാ പറയണത് കേട്ടോ. അപ്പൊ ഈ ടോൾ ഫ്രീ നമ്പർ എന്താ രേഖപ്പെടുത്തപ്പെടെ പ്രദർശിപ്പിക്കാത്തത്? എന്റെ നമ്പറോ എല്ലാവർക്കും അറിയാലോ. നിങ്ങളുടെ നമ്പർ അല്ല, നിങ്ങളെ ഫോൺ ചെയ്ത് ഉള്ള കാര്യമില്ല. ടോൾ ഫ്രീ നമ്പർ എന്ന് പറഞ്ഞാല്
ഈ സ്ഥാപനത്തിൽ നിന്ന് വന്നിട്ട് ആരെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണോ? അല്ല അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നല്ല ശുദ്ധമായ ഭക്ഷണമാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ ആരും കംപ്ലൈന്റ് പറയില്ല. സാറേ ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാ? അല്ല ഞാനിവിടെ കുക്ക്. അതെ, അപ്പൊ ആ പണി ചെയ്താൽ മതി. ഇത് വേണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ.